ഹായ് ഓൾ, റംസാനൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും തടി കുറയുന്ന പേടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ തടി കൂട്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മീൽസ് എടുക്കുന്നില്ലെങ്കിൽ ആ 3 മീൽസും ബാലൻസ്ഡ് മീൽ ആയിരിക്കണം. അതായത് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, ഫൈബർ ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടി അടങ്ങിയ ഒരു ബാലൻസ്ഡ് മീൽ ആയിരിക്കണം നിങ്ങൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് കാലറിയുള്ള ഫുഡുകൾ മാക്സിമം കൺസ്യൂം ചെയ്യാൻ നോക്കുക. കാരണം ലിക്വിഡ് കാലറി എളുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹൈ കാലറി ആയിരിക്കും, അത് നമുക്ക് ബൾക്കിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഏതൊരു ഫുഡ് ഉണ്ടാക്കണോ അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചില ആൾക്കാർ കാണാം പ്രോട്ടീന് വേണ്ടിയിട്ട് ഈ പയർവർഗ്ഗങ്ങളൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ശരിക്കും പ്രോട്ടീന് വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചിക്കന്, എഗ്, ഫിഷ്, മട്ടൺ ഇതുപോലത്തെ സാധനങ്ങളായിരിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് അമിനോ ആസിഡ് വരുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾ ഈ പയർവർഗ്ഗങ്ങളൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ അതിന് അമിനോ ആസിഡ് കുറവായിരിക്കും, അത് നമ്മളെ മസിൽ റിക്കവറിക്ക് പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറിയ ക്വാണ്ടിറ്റി തന്നെ ഹൈ കാലറിയുള്ള ഫുഡുകൾ കൺസ്യൂം ചെയ്യാൻ നോക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പീനട്ട്, നട്ട്സ് ഒക്കെ അതിനൊരു ഉദാഹരണമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീക്കിലി ഒരു 4 ടൈമെങ്കിലും നിങ്ങൾ വെയിറ്റ് ട്രെയിൻ ചെയ്യാൻ നോക്കുക. അത് നിങ്ങളെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. നോമ്പൊക്കെ ആയതുകൊണ്ട് ബോഡിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 3 ലിറ്റർ വാട്ടർ എങ്കിലും ഡെയിലി കൺസ്യൂം ചെയ്യാൻ നോക്കുക. അപ്പൊ ഇതുപോലത്തെ ഫിറ്റ്നസ് ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പൊ ബൈ, അടുത്ത വീഡിയോ കാണാം.